ഞങ്ങൾ 8 സംഘം മാവേലിക്കരയിൽ നിന്നും വേളാങ്കണ്ണിയിലേക്ക് യാത്ര പുറപ്പെട്ടു. ഉച്ചയ്ക്ക് കൃത്യം 2:55 വേളാങ്കണ്ണി എക്സ്പ്രസ് മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അനുഗ്രഹ, അമല, സെഫാനി, മീവൽ, ആ 4 കുഞ്ഞുങ്ങളുടെയും കളിച്ചിരികൾ ആ കമ്പാർട്ട്മെന്റ് മുഴുവൻ അങ്ങനെ നിറഞ്ഞു നിന്നു. മലേഷ്യ, സിംഗപ്പൂർ, ചൈന, പിറ്റേ ദിവസം രാവിലെ 5:45 ഞങ്ങൾ വേളാങ്കണ്ണിയിൽ എത്തിച്ചേർന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വേളാങ്കണ്ണി പള്ളിയിലേക്ക് ഏകദേശം 1.5-2 കിലോമീറ്റർ ദൂരമുള്ളതിനാൽ അതിനുശേഷമുള്ള യാത്ര ഞങ്ങൾ ഓട്ടോയിലാണ് ആരംഭിച്ചത്. 8 പേര് കൂടി ഓരോ ഓട്ടോയിൽ പോകുന്ന ചിത്രം കേരളത്തിൽ നമുക്ക് ചിന്തിക്കാനാകില്ലെങ്കിലും തമിഴ്നാട്ടിൽ അത് സുപരിചിതമാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം 9 മണിക്കുള്ള മലയാളം കുർബാനയ്ക്കായി ഞങ്ങൾ മോർണിംഗ് സ്റ്റാർ പള്ളിയിൽ എത്തിച്ചേർന്നു. ഭക്തിസാന്ദ്രമായ കുർബാനയുടെ നിമിഷങ്ങളായിരുന്നു പിന്നെ. പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അവിടെ അടുത്തുള്ള മറ്റു പള്ളികളെ ഞങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. കുറച്ച് ഫോട്ടോസ് എടുത്ത ശേഷം ഞങ്ങൾ പോയത് കുഞ്ഞിൻ്റെ തല മുട്ടയടിക്കുന്നതിനായിരുന്നു. അങ്ങനെ ഒരു നേർച്ചയുണ്ടായിരുന്നു. അത് നിറവേറ്റാൻ വേണ്ടിയായിരുന്നു ഈ യാത്രയും. ചെറു പുഞ്ചിരിയോടുകൂടി മുട്ടയടിക്കാൻ ഞങ്ങളോട് സഹകരിച്ച ഞങ്ങളുടെ കൊച്ചുമിടുക്കിയോട് ഒത്തിരി സ്നേഹം തോന്നിയ നിമിഷമായിരുന്നു അത്. 2.5 വർഷമായി ഞങ്ങൾ കാത്തിരുന്ന നിമിഷമായിരുന്നു ഇത്. അതിനുശേഷം മറ്റു പള്ളികളും മ്യൂസിയവും ഒക്കെ ഞങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. ഏറെ പ്രാർത്ഥനാ നിർഭരമായ നിമിഷങ്ങളായിരുന്നു അവ. ഉച്ചഭക്ഷണത്തിനും ഉച്ചമയക്കത്തിനും ശേഷം ഞങ്ങൾ ബീച്ചിലേക്ക് പുറപ്പെട്ടു. ബീച്ചിലേക്കുള്ള യാത്രയും ഓട്ടോയിലായിരുന്നു. സൂര്യൻ്റെ ഉഗ്രകോപമാണോ ഈ ചൂട് എന്ന് ശങ്കിക്കുമാറ് ചൂട് അതികഠിനമായിരുന്നെങ്കിൽ കൂടി ഭക്തിസാന്ദ്രമായ ആ മണ്ണിൽ, വേളാങ്കണ്ണിയുടെ മണ്ണിൽ ആരെയും തളർത്തുവാൻ ആ ചൂടിനായെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് ശക്തമായിരുന്നു അവിടുത്തെ ജനത്തിരക്ക്. കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിരേക്കുന്ന ഇടമാണ് ബീച്ച്. എന്നാൽ വേളാങ്കണ്ണിയിലെ ബീച്ച് അക്കൂട്ടത്തിൽ പെടില്ല. മുഴുവൻ മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുന്നതിനാലാകാം നമ്മുടെ മനസ്സിന് ഒരു ചെറിയ വേദന എവിടെയോ നൽകുന്ന ഒന്നായി മാറി ആ ബീച്ച്. ഒട്ടക സവാരിയും കാർ റൈഡുമൊക്കെ കുട്ടികൾക്ക് ഒരുപാട് സന്തോഷം നൽകി. കുട്ടികൾ അങ്ങനെയാണല്ലോ, എന്തിലും സന്തോഷം കണ്ടെത്തുന്നവർ, എന്നും നമുക്ക് മാതൃകയാകുന്നവർ. അവിടെ നിന്നും ഹോട്ടലിലെത്തി കുളിച്ച് ഫ്രഷായി രാത്രിയിലേക്കുള്ള ഭക്ഷണവും വാങ്ങി മാവേലിക്കരയിലേക്കുള്ള മടക്കി യാത്രയ്ക്കായി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. 6:45 വേളാങ്കണ്ണിയിൽ നിന്നും യാത്ര പുറപ്പെട്ട ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ 9:45 മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. യാത്രകൾ എന്നും സുന്ദരമാണെങ്കിലും വേളാങ്കണ്ണിയുടെ മണ്ണിലേക്കുള്ള ഈ യാത്ര തീർത്തും സന്തോഷവും അതിലുപരി മനസ്സിന് ഒരുപാട് സമാധാനവും നൽകുന്ന ഒന്നായിരുന്നു.